ഈ അടുത്ത് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ചേർന്നുകൊണ്ട് ഭരണത്തിലിരുന്ന ഷെയ്ഖ് ഹസീനയെ വിപ്ലവത്തിലൂടെ പുറത്താക്കി. അപ്പോൾ നമ്മൾ ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. 1947 ഇന്ത്യക്കും അതേപോലെ തന്നെ പാകിസ്ഥാനൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് അറിയപ്പെട്ടിരുന്നത്. അതായത് വെസ്റ്റ് പാകിസ്ഥാൻ എന്നാണ്, അല്ല ഈസ്റ്റ് പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ആദ്യകാലം മുതൽ തന്നെ ഈ പാകിസ്ഥാൻ ഇവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഇവരുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത്, അതായത് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ അന്നത്തെ ആവശ്യം എന്ന് പറയുന്നത് ബംഗാളി ഭാഷ പാകിസ്ഥാൻ്റെ നാഷണൽ ഭാഷയായിട്ട് അംഗീകരിക്കണമെന്നായിരുന്നു ഒരാവശ്യം. അതേപോലെ തന്നെ ഈ രണ്ട് പാകിസ്ഥാനുകൾ തമ്മിൽ, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് പാകിസ്ഥാനുകൾ തമ്മിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാറ്റങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ കാരണം തന്നെ ഈ ബംഗ്ലാദേശിലത്തെ അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാനിലത്തെ ബംഗാൾ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ അവർക്ക് ഒരു നാഷണലിസ്റ്റിക് ഐഡിയ വരികയും അവർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 1971 അവാമി ലീഗ്, അതായത് ബംഗ്ലാദേശിൻ്റെ ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്ന മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് ഇന്ത്യയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ അങ്ങനെ 1971 പുതിയ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു പുതിയ രാജ്യം ഉണ്ടാവുകയും അതിൻ്റെ ലീഡറായിട്ട് മുജീബ് റഹ്മാനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. 1971 ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വിമോചിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ അവാമി ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് ഈ ഒരു റിസർവേഷൻ കൊണ്ടുവരുന്നത്. ഈ റിസർവേഷൻ എന്ന് പറയുന്നത് അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ പ്രധാനപ്പെട്ട വ്യക്തികൾക്കൊക്കെ അവിടുത്തെ ജോലിയിലും മറ്റ് ആനുകൂല്യങ്ങളിലൊക്കെ റിസർവേഷൻ കൊടുക്കുന്നതാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. ഇത് അദ്ദേഹമാണ് മുന്നോട്ട് വെക്കുന്നത്. തൊട്ടടുത്ത വർഷമായ 1972 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അങ്ങനെ ഈ റിസർവേഷന് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകളായ ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ തുടർന്നു വരികയാണ്. അങ്ങനെ ഈ കാലം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ കുറെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ മരണപ്പെടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കളുടെ മക്കൾക്ക് അങ്ങനെയൊക്കെയാണ് ഈ റിസർവേഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഈ കഴിഞ്ഞ ജൂലൈയിൽ ബംഗ്ലാദേശിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നത്. ഈ പ്രക്ഷോഭം തുടങ്ങിയത് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്തത് വിദ്യാർത്ഥികളാണ്. അതാണ് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ശരിക്കും ഇവർ എന്തിനാണ് ഇതിനെതിരെ പ്രക്ഷോഭിച്ചത്, അല്ല എന്തിനാണ് ഇതിനെതിരെ ഇവർ രംഗത്ത് വന്നത് നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു നിയമം ഇപ്പം അവാമി ലീഗിന്റെ ആളുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഐഡിയോളജി ഉള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആളുകളെ ഈ ഒരു 30% റിസർവേഷനിൽ അവർക്ക് വേണ്ട ആളുകളെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെതിരെയാണ് ഈ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇവരുടെ പ്രക്ഷോഭത്തിൽ സുപ്രീം കോടതി വിധി വരികയും ഈ 30% എന്നുള്ളത് 5% ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഷെയ്ഖ് ഹസീന ഈ ഒരു പ്രക്ഷോഭത്തെ കംപ്ലീറ്റ്ലി അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. അങ്ങനെ ഇവരുടെ തന്നെ പോലീസിനെയും ഇവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഛാത്ര ലീഗിലെ വിദ്യാർത്ഥികൾക്ക് ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ കൊന്നൊടുക്കിക്കൊണ്ട് ഈ ഒരു പ്രക്ഷോഭത്തെ ഇല്ലാണ്ടാക്കാനാണ് ഈ അവാമി ലീഗും ഷെയ്ഖ് ഹസീനയൊക്കെ ശ്രമിച്ചത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 300 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും 11,000 പേര് അറസ്റ്റ് ചെയ്യുകയൊക്കെ പെടുന്നുണ്ട് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട്. ഇതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് മാത്രം ഒതുങ്ങിപ്പോകാതെ ഇതൊരു ജനപ്രക്ഷോഭമായിട്ട് മാറുന്നുണ്ട്. സകല ജനവിഭാഗങ്ങളും ഈ ഒരു പ്രക്ഷോഭത്തിൽ പങ്കുചേരുകയും ശേഷം മിലിറ്ററിയുടെ സഹായത്തോടെ ജനറൽ വക്കീയുസമാന്റെ നേതൃത്വത്തിൽ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ നാട് കടത്താൻ വേണ്ടിയിട്ട് ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്.
അങ്ങനെ ഈ ഒരു ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഷെയ്ഖ് ഹസീന നാടുവിടുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ പല പട്ടാള അട്ടിമറികളൊക്കെ ഇതുവരെ നടന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു ജന അട്ടിമറി ആദ്യമായിട്ടാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അപ്പോൾ ധാക്കയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഷെയ്ഖ് ഹസീന നാട് കടന്നുവെന്ന് പല റിപ്പോർട്ടുകളിലും നമുക്കിപ്പോൾ കാണാം. അപ്പം പ്രധാനമന്ത്രി നാട് വിട്ടുവെന്നും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു ഇടകാല ഗവൺമെന്റ് വേണമെന്നും ബംഗ്ലാദേശിന്റെ സൈനിക മേധാവിയായിട്ടുള്ള വക്കീർ സമാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവവികാസങ്ങളെല്ലാം ജനങ്ങൾ അറിയുകയും തങ്ങളുടെ ആഹ്ലാദങ്ങളെല്ലാം അവർ തെരുവിലേക്ക് ഇറങ്ങി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രവേശിക്കുകയും അവിടുത്തെ സോഫകൾ അതുപോലെ തന്നെ സീറ്റുകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാം ഭയങ്കര വൈറലായതാണ്. അപ്പൊ പിന്നെ ഈ ഷെയ്ഖ് ഹസീന നാട് വിട്ടതിന് 3 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 8-ന് പുതിയ ഒരു പ്രധാനമന്ത്രി ആയിക്കൊണ്ട് ഡോക്ടർ മുഹമ്മദ് യൂനസ് അധികാരം ഏൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നോബൽ സമ്മാനം ബംഗ്ലാദേശിൽ തന്നെ ഏക നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫിഗേഴ്സിൽ ഒരാളും കൂടിയാണ് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കീഴിൽ 16 അംഗങ്ങളുള്ള ഒരു ഉപദേശക സമിതി നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിലെന്ന് പറയുന്നത് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതില് സിവിൽ സൊസൈറ്റിയിൽ നിന്നുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളതെന്നാണ്. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസ് മൂവ്മെന്റിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന 2 പേരെയും അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മളിനി ബംഗ്ലാദേശിന്റെ ഭാവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹസീനയുടെ കാലം തൊട്ട് തന്നെ അഴിമതിയും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും സാമ്പത്തിക സ്ഥിതിയെല്ലാം വളരെ വഷളായൊരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ അതിനെല്ലാം മറികടക്കുക എന്നുള്ളത് ഡോക്ടർ മുഹമ്മദ് യൂനസിന്റെ മുമ്പിലുള്ള വലിയൊരു ടാസ്ക് ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ജഡ്ജിമാരും അതുപോലെ തന്നെ സൈനിക മേധാവികളും പോലീസുകാരൊക്കെ ഷെയ്ഖ് ഹസീനയുടെ ഒരു പാവകളാണ്. അപ്പൊ അവരെല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റീഷഫ്ലിംഗ് ആണ് ശരിക്കും ബംഗ്ലാദേശിൽ ഇപ്പോൾ വേണ്ടത്.